ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രീഡം ലൈഫ് പരിചയപ്പെടുത്തുന്നത് ഇൻവാകെയറിൻ്റെ ആക്ഷൻ 2NG എന്ന് പറഞ്ഞിട്ടുള്ള മാനുവൽ വീൽ ചെയറാണ്. അലുമിനിയം ഫ്രെയിമിൽ വരുന്ന ഫുൾ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഈസി ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഫോൾഡിംഗ് മാനുവൽ വീൽ ചെയറാണ് ഈ കാണുന്നത്. ക്വിക്ക് റിലീസാണ് ഇതിൻ്റെ വീൽ രണ്ടും വരുന്നത്. നമുക്ക് രണ്ട് വീലുകളും ഇതിൻ്റെ ഡിറ്റാച്ച് ചെയ്തെടുക്കാനും അറ്റാച്ച് ചെയ്യാനും വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഇൻവാകെയർ ആക്ഷൻ 2NG എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ഈ വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സുകളും കാര്യങ്ങളും വീലും ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് പിന്നെ ഇതിൻ്റെ പാർട്സുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ വീൽ ചെയറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ഷൻ 2NG എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ആംബ്രസിനെ കുറിച്ച് നോക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കുഷ്യനാണ് ഇതിൽ വരുന്നത്. കൈയൊക്കെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഷ്യൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ബാക്കിലേക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. രണ്ട് സൈഡും നമുക്ക് ആംബ്രസ് ഇതേപോലെ സിമ്പിളായിട്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങളിലേക്കും അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് ക്ലോസറ്റിലേക്ക് മാറാനും കട്ടിൽ നിന്ന് നമുക്ക് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് മാറാനും മറ്റുള്ള വീൽ ചെയറിലേക്ക് സ്ലൈഡ് ചെയ്ത് മാറാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ആംബ്രസ് ഇതേപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കടന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ ആക്ഷൻ 2NGയുടെ ഫൂട്ട് റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഡിറ്റാച്ച് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള ഫൂട്ട് റെസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഗ് റെസ്റ്റിൽ നമുക്ക് നമ്മളെ പാദം താഴേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ബെൽറ്റ് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നിർത്തുക. അതിനോടൊപ്പം തന്നെ ഇതേപോലെ ഈ സൈഡിൽ നിന്ന് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൽ 1, 2, 3, 4 ഇഞ്ച് സ്പേസിൽ ഇത് താഴേക്കും മുകളിലേക്കും നമുക്ക് ഫൂട്ട് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. താഴേക്കും മുകളിലേക്കും ഇതേപോലെ നമ്മളെ പാദത്തിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വന്നിട്ടുള്ളത്. രണ്ട് ഫൂട്ട് റെസ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ ഊരി മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആംബ്രസ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഇതിന് ഊരിയെടുക്കാനും കൂടി പറ്റുന്ന മോഡലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് രണ്ട് ആംബ്രസ്റ്റും ഇതേപോലെ ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ആക്റ്റീവ് വീൽ ചെയർ ആംബ്രസ്റ്റ് ഇല്ലാതെയും ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ ആംബ്രസ്റ്റും നമുക്ക് എന്താ പറ്റും, സിമ്പിളായിട്ട് തന്നെ ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് ഇവിടെ സ്ക്രൂവിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കിതിൽ വീണ്ടും റീഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ആക്ഷൻ 2NGയുടെ വീലിലേക്ക് വരികയാണെങ്കിൽ 24 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. നല്ല ബ്ലാക്ക് കളർ ഫില്ലഡ് ടയറാണ്, എയറൊന്നും അടിക്കേണ്ടാത്ത ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ആർക്കെങ്കിലും എയർ അടിക്കുന്ന ടയർ നിർബന്ധാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, 24 ഇഞ്ചിൻ്റെ എയർ അടിക്കുന്ന ടയർ ഇട്ടിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ക്വിക്ക് റിലീസാണ് ഇതിൻ്റെ വീല് വരുന്നത്. ക്വിക്ക് റിലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീല് ഊരി മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള രണ്ട് വീലുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ ആക്ഷൻ 2NGയുടെ ഫ്രണ്ട് വീലിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് വീലാണ്. ഇതിന് 8 ഇഞ്ചിൻ്റെ റൗണ്ടുള്ള ഫ്രണ്ട് വീലാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് വീലും ഫില്ലഡ് ടയറാണ്, നമുക്ക് എയറൊന്നും അടിക്കേണ്ടാത്ത ടയറാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബെയറിങ്സ് ആണെങ്കിലും മറ്റുള്ള നെട്ടും ബോൾട്ടൊക്കെയാണ് അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ഫ്രെയിമിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ കാണുന്ന പോലെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് ഇൻവാകെയറിൻ്റെ ആക്ഷൻ 2NG എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പം ബാക്കിൽ ഇവിടെ നമുക്ക് ബാക്ക് റെസ്റ്റിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെൽക്രൂ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വെൽക്രൂ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഇങ്ങനെ ശരിക്കും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും താഴേക്ക് ഇങ്ങനെ തൂങ്ങിപ്പോവാത്ത രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പം ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാനുള്ള ആൻറ്റി ടിപ്പർ 2 എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് റാമ്പിലോ കയറുമ്പം മറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തി നിൽക്കുന്ന രൂപത്തിലുള്ള 2 ആൻറ്റി ടിപ്പറുകൾ കൊടുത്തുകൊണ്ട് തന്നെ ഏത് സ്ഥലത്തും മാനുവൽ വീൽ ചെയർ നമുക്ക് സുഖമായിട്ട് ഉരുട്ടി കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കുഷ്യനിലേക്ക് വരികയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഫോം ഫില്ല് ചെയ്തിട്ടുള്ള 2 കുഷ്യനാണ്. ബാക്ക് റെസ്റ്റിൻ്റെ കുഷ്യനാണെങ്കിലും നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന കുഷ്യനാണെങ്കിലും നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ ഈ വീൽ ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു സീറ്റ് ബെൽറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ തീരെ
പിന്നെ അനങ്ങാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിരുത്തി ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉള്ള ബെൽറ്റാണ്. ഇതിങ്ങനെ ബെൽറ്റ് ചെയ്ത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സെക്യൂരിറ്റിയോട് കൂടി ഇതിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ വീലുകൾ രണ്ടും ഡിറ്റാച്ചബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഊരുക എന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. നമുക്ക് വീൽ ചെയർ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഈ സെൻറ്റർ ഭാഗത്തിൻ്റെ ഹബ്ബിലൊരു സംഭവം വരുന്നത്. ജസ്റ്റ് അകത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വീലുണ്ടോ സ്മൂത്തായിട്ട് ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന ഒരു ഇതാണ് ക്വിക്ക് റിലീസ്. ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അവിടെ സംഭവം പുറത്തേക്ക് വരുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ ലോക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് അങ്ങോട്ട് തിരിച്ചിടുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല. ഈ വരുന്ന സംഭവം അത് അകത്തേക്ക് കയറിയിട്ടുണ്ടാവണം, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഊരി പോരാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഈ സംഭവം കൊണ്ടുപോയിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനും പറ്റും. അതിനോടൊപ്പം തന്നെ വേറെ സംഭവത്തിൽ പറയാനുള്ളത് ഇതിൻ്റെ വീല് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന 3 ഹോളുകൾ ഇത് 1 ഇഞ്ച് മുകളിലേക്കും 1 ഇഞ്ച് താഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പ് തുറന്നിട്ട് വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ബെഡിൻ്റെ അല്ലെങ്കിൽ ക്ലോസറ്റിൻ്റെ ഒക്കെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 ഇഞ്ച് വേണമെങ്കിൽ പൊക്കിയിട്ട് ഇടാം, 1 ഇഞ്ച് വേണമെങ്കിൽ താഴ്ത്തിയിട്ട് ഇടാം. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ക്രില്ലിസ് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീൽ അവിടെ ലോക്കായി, എന്നിട്ട് പിന്നെ ഇത് വലിച്ചാൽ പോരത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വീല് നമ്മൾ ഇടുന്നതും ഊരുന്നതും. അപ്പോൾ ഇൻവാക്കെയറിൻ്റെ ആക്ഷൻ 2NG എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെറിയ ഡിസ്ക് സ്പേസിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബാക്കിൽ അങ്ങനെ വെൽക്രൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ബാക്ക് റെസ്റ്റ് ഇവിടെ ഈ ബാക്ക് റെസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിന്ന് വരുന്നുണ്ട്. ഈ പിന്നിങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മടക്കാൻ പറ്റും. ഇത് വണ്ടിയിലോ കയറ്റുമ്പോൾ ഹൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹൈറ്റിലേക്ക് വരും. അപ്പം ഡിക്കിൽ തടയാത്ത രൂപത്തിൽ നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഫൂട്ട് റെസ്റ്റിൻ്റെ നമ്മളെ പാദം വെക്കുന്ന ലെഗ് റെസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഇതേപോലെ നമ്മൾ നോർമലി വീൽ ചെയർ ഫോൾഡ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, കുഷ്യൻ്റെ സെൻറ്ററിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇത്ര വലുപ്പം ഉണ്ടാവും. ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇത്ര വീതി വരും. അപ്പോൾ നമുക്ക് വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ തടസ്സം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫൂട്ട് റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നേരത്തെ ഊരിയ പോലെ ഇങ്ങനെ ഊരി മാറ്റി കഴിഞ്ഞാൽ നല്ല വീതി കുറഞ്ഞിട്ടുള്ള ഫ്രെയിമിൻ്റെ ഏകദേശം കറക്റ്റ് വീതിയായിട്ടുള്ള ആ ഒരു സംഭവത്തിലേക്ക് വരും. കണ്ടോ, ഇപ്പോൾ ഇത്ര വീതിയാണ് ഉണ്ടാവുക. ഈ വീൽ ചെയർ നമുക്ക് ഏത് ചെറിയ ഡിക്കിലും വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്ര സ്പേസേ വരുള്ളൂ. കാരണം വളരെ കുറഞ്ഞ ഡിക്ക് സ്പേസ് മതി ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ട്രാവലിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഒരു 16 kg ആണ് വരിക. അപ്പോൾ ഒരാൾക്കിനെ സിമ്പിളായിട്ട് തൂക്കി പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വെയിറ്റാണ് ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ നീർത്തുക എന്ന് പറഞ്ഞാലും വളരെ സിമ്പിളാണ്. അപ്പോൾ മടക്കിയ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ പ്രസ്സിങ്ങിലൂടെ ഇത് ഈ സംഭവത്തിൽ പിടിച്ച് വലിച്ചിട്ട് നമ്മളെ ഇരിക്കുന്ന കുഷ്യൽ 2 കൈയും വെച്ച് താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഇത് നീർത്താൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരത്തെ ഊരി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫൂട്ട് റെസ്റ്റ് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഇൻവാക്കെയറിൻ്റെ ആക്ഷൻ 2NG. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഇത് പോകുന്നത് ഇവിടെ ഇന്ത്യയിൽ നിർമ്മിച്ച് പുറത്തേക്ക് പോകുന്നൊരു മോഡലാണ്. അതിനുശേഷം നമ്മളെ ബാക്ക് റെസ്റ്റ് കൂടി നമ്മൾ നിർത്തി വെക്കാനായിട്ട് ഇവിടെ കൂടുതൽ ലോക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീൽ ചെയറിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വീൽ ചെയറാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുന്ന വീൽ ചെയർ വെച്ചിട്ട് നമുക്കൊരു മീഡിയം റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള വീൽ ചെയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻവാക്കെയർ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. അതുപോലെ തന്നെ ഇത് 18 ഇഞ്ചിലും 17 ഇഞ്ചിലും 16 ഇഞ്ചിലും 15 ഇഞ്ചിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അളവനുസരിച്ചിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ വിടുത്ത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീൽ ചെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീരെ തടിയില്ലാത്ത ആളുകളൊക്കെ 15 ഇഞ്ച് വാങ്ങാം. കുറച്ച് തടി കൂടിയുള്ള 16 ഇഞ്ച് അല്ലെങ്കിൽ 17 ഇഞ്ച് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉരുട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ വീൽ ചെയർ നമുക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രീഡം ലൈഫ് പരിചയപ്പെടുത്തുന്ന ഇൻവാക്കെയർ ആക്ഷൻ 2NG എന്ന് പറഞ്ഞിട്ടുള്ള വീൽ ചെയറിന് 1 കൊല്ലത്തെ ഫ്രെയിം വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ പാർട്സുകളും ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആവും. പാർട്സ് കേടുന്നതുകൊണ്ട് ഇത് വീൽ ചെയർ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരത്തില്ല. അത് നമ്മുടെ ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. ഏത് സമയത്തും ഏത് പാർട്സിന് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാലും ഒരാഴ്ചയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പാർട്സ് എത്തിച്ചേരും. വീലായിക്കോട്ടെ, ടയർ ആയിക്കോട്ടെ, കുഷൻ ആയിക്കോട്ടെ, ബെൽറ്റ് ആയിക്കോട്ടെ, നെട്ടും ബോട്ടും എല്ലാം ഫ്രീഡം ലൈഫിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഈ വീൽ ചെയർ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീഡം ലൈഫുമായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
ഒരാഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ വീൽ ചെയർ നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ആയിട്ട് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത ആളുകളൊക്കെ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തിക്കുക. കാരണം ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള വീൽ ചെയർ നിങ്ങൾക്ക് കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും സ്റ്റോക്ക് വെക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓർഡർ ചെയ്ത് കാത്തിരുന്നാൽ മാത്രമാണ് ഇത്തരം വീൽ ചെയറുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ ഈ നല്ല ക്വാളിറ്റി ഉള്ള ഇൻവാക്കെയറിൻ്റെ ആക്ഷൻ 2NG, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ 3NG, അതുപോലെ ഫ്രീഡം 5000, 6000, അങ്ങനെ പല മോഡൽ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ വീൽ ചെയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീഡം 5000 വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീഡം 5000 വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഇതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കാരണം മൈൽഡ് സ്റ്റീലിൽ വരുന്ന വീൽ ചെയർ ആണ്. ഇത് ഫുള്ളി അലുമിനിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീൽ ചെയർ ആണ്. അതുപോലെ സുഖമായിട്ട് മടക്കിയിട്ട് നമുക്ക് ട്രാവലിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വീൽ ചെയർ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.